ഹലോ കൂട്ടുകാരെ. അപ്പോ ഇന്ന് അമ്മമാരൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പണിയൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് അടുക്കളയിൽ കയറി ഒരു സാധനം ഉണ്ടാക്കി. എന്തോടോറ ഉണ്ടാക്കിയത്? ചെമ്മീൻ റൈസ്. ചെമ്മീൻ റൈസ് അല്ല, ഞങ്ങളുടെ ഇവിടെ അതിന് കൊഞ്ച് ബിരിയാണി എന്ന് പറയും. എന്താ? ഞാൻ ഇച്ചിരി ഒരു ഇതായത് ഓ, നിങ്ങളുടെ നാട്ടിൽ കൊഞ്ച് ബിരിയാണിക്ക് കൊഞ്ച് റൈസ് എന്നാണോ പറയുന്നത്? ഞാൻ നമ്മുടെ ഇറച്ചിച്ചോറും ബിരിയാണി രണ്ടും രണ്ടല്ല, അതേപോലെ ഞാൻ ഉം, ഉം, കൊഞ്ച് ഉം, ഉം. ബിരിയാണിക്ക് പകരം എനിക്ക് അങ്ങനെ തോന്നിയില്ല. പാവം പിടിച്ച കെട്ടിയൻ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ആക്ഷേപിക്കുന്നു. ആക്ഷേപിച്ചില്ല, ചെറുതായിട്ടൊന്ന് ഞാൻ ചെവിട്ടി പേര് പിടിച്ചു. മാറി പറഞ്ഞെന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് ചെവിട്ടി പിടിച്ചായിരുന്നു. കാരണം ഇൻഡക്ഷൻ കുക്കറിനകത്ത് വെച്ച. അപ്പം ഇടയ്ക്ക് ഒന്ന് തീ കത്തിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കണ്ടോ, ചെവിട്ടി പിടിച്ച്. ചെറുതായിട്ട് ചെവിട്ടി പിടിച്ചതേ ഉള്ളൂ. ഇതാ കുഴപ്പം. ഉം, ഒരു ഉം. കാര്യം ചെയ്യുമ്പോ അടുക്കള ചെയ്യുമ്പോ ആദ്യം ശ്രദ്ധിക്കണം, അതല്ല സിനിമ കണ്ടോണ്ടിരുന്ന ഇങ്ങനെ വിളിക്കും. മോളിവിടെ വെറുതെ ഇരിക്കില്ലായിരുന്നു. അല്ല, പിന്നെന്തായിരുന്നു? മോനെ നോക്കുമായിരുന്നു. മോനെ നോക്കേണ്ട ആവശ്യമില്ല, അവൻ അവിടെ കിടന്ന് കളിച്ചോളൂല്ല. എന്താ എന്താ നോക്കി പഠിപ്പിക്കുന്നത്? മോളോട് ചോദിച്ചു നോക്ക. നമ്മുടെ മോൻ ഇവിടെ കിടന്ന് കളിച്ചോണ്ട് അതിപ്പൊ കിടക്കണ്ട. ഉറങ്ങിയിട്ട് അങ്ങോട്ട് കേട്ടാ, കിടത്തിയോളൂ, എഴുന്നേറ്റ്. പക്ഷെ ഇതിനെയാണെങ്കിൽ നോയിക്കൊണ്ടിരിക്കണം. ഇതിനെ തല്ലണ്ടേ ഇവിടെ? മോളങ്ങോട്ട് എടുത്തോണ്ട് പോയായിരുന്നു മോനെ, എന്നിട്ട് കരഞ്ഞപ്പോ ഇങ്ങോട്ട് കൊണ്ടുത്തന്നു. ഡോറ ഓക്കെ ആയി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പം ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരോടും നന്ദിയുണ്ട്. ഒരുപാട് പേര് വിശേഷങ്ങളൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. നടക്കാനൊക്കെ തുടങ്ങി, കുഞ്ഞിനെ എടുക്കുന്നുണ്ട്, പാൽ കൊടുക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഡോറയ്ക്കൊന്നും പറയില്ലേ? സാധാരണ അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോഴേ, രണ്ടമ്മമാരുണ്ടായിരുന്നപ്പോ രാവിലെ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, കഴിക്കാനൊക്കെ എന്തെങ്കിലും. അതല്ല, ഇന്ന് എനിക്ക് ഇപ്പൊ പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. പനി ഈ രാവിലെ തന്നെ ഉച്ചക്കത്തേക്കുള്ളതും ശരിയായി. ഇപ്പൊ എത്ര മണിയായി? ഇത് 10:06. തന്നെയാണ് ഉച്ചയ്ക്കും. അല്ല, ചോറ് വെച്ച് ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ കറി വെച്ച്. ചിക്കൻ കറിയോ? ചിക്കൻ കറി വെച്ച് അല്ല, ചോറ് ഞാൻ വെച്ച്. കാര്യം പറഞ്ഞതല്ല. എനിക്ക് എന്താന്ന് പറയാ, പനി വന്ന ശേഷം എനിക്ക് വിശപ്പുണ്ട്, ഇല്ലെന്നല്ല. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിശക്കും, പക്ഷെ എനിക്ക് വയറ് അങ്ങോട്ടല്ലിച്ചാ. ഇന്നലെ ഞാൻ ചെന്നിട്ട് വയറ് വേദന, ഗ്യാസ് കയറിയത് ഉണക്ക് വീർത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഭയങ്കരമായിട്ട് എനിക്ക് വയറായി. എനിക്ക് ഡെലിവറിക്ക് ശേഷം അങ്ങനെ വയറുണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, നോർമലി വെച്ച് നോക്കുമ്പോ ഓവർ വയറില്ല. മറ്റുള്ള ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു വയറുണ്ടല്ലോ, അങ്ങനത്തെ ഒരു വയറ് ഇവർക്ക് ഇല്ലായിരുന്നു. എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വയറങ്ങ് ചാടിയിട്ട് വയറിന് അകത്ത് വേദനയും ഭയങ്കര ഒരു വെയിറ്റ് പോലെ തോന്നുന്നു. അപ്പൊ പെട്ടെന്ന് അങ്ങ് വയറ് നിറയുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോ പിന്നെയും വിശക്കും. അതുകൊണ്ടാണ് എനിക്ക്. അപ്പൊ കുറച്ചു നേരം അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഉള്ളിവട ഇരിപ്പുണ്ടായിരുന്നു, ഞാനും മോളും കൂടെ അത് കഴിച്ചായിരുന്നു. ദുഷ്ട, ഇന്നലെ രാത്രി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി രാവിലെ മാറ്റി വെച്ച അത് സാധനമായിരുന്നു. എന്റെ വന്ന് ഞാൻ കഴിച്ച്, മോള് കഴിച്ചില്ല, മുളകാന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതെന്നറിയാം, മുളകുള്ള ഭാഗവും അതെല്ലാം ഞാനും കഴിച്ചു, മുളകില്ലാത്ത നോക്കി മോക്കം കൊടുത്തു. അപ്പൊ അങ്ങനെ കഴിച്ചുകൊണ്ട് ഞങ്ങള് പിടിച്ചിരുന്നു. ചില സമയത്ത് അടുക്കളയിലാണ് കേട്ടോ. അവിടെ ഞാൻ അടുക്കള കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു കൂട്ടുകാരെ, കഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ എല്ലാം റെഡിയാക്കിയേ. ഉച്ചക്കത്തേക്കുള്ളതും റെഡിയാക്കി വെച്ചു. ഇനിയാണെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ള ജോലികൾ ഇനി ചെയ്യാനുണ്ട്. അന്നേരം കുറച്ച് അതെല്ലാം ഇനി തുണി എടുക്കണ്ടേ. കഴുവാനുണ്ട്, മോന്റെ എന്റെ ഇച്ചാന്റെ ഒക്കെ. ബാക്കിയുള്ള ജോലികളിലേക്ക് ഇനി കടക്കാന്ന് വിചാരിച്ചു. എന്ത്? ആദ്യമായിട്ടുള്ള സംഭവം. ആദ്യമായിട്ടൊന്നും പറയരുത്. ആദ്യമായിട്ടാണ്. ഞാനാണ് നിനക്ക് വാരി തന്നിട്ടുള്ളത്. ഓ, ക്യാമറയുടെ മുൻപിലുള്ള അല്ല ചുമ്മാ പറയല്ലേ, എല്ലാരും വിചാരിക്കും അങ്ങനെ. ഒന്നാമത് കമന്റ് വരുവാ. എനിക്ക് നേരത്തെ ഒക്കെ ഭയങ്കര സ്മോക്കിന്റെ ഒരു ചെറിയ ചവയുണ്ട്. അതായത് നമ്മുടെ ഗ്രില്ല് ചിക്കൻ ഒക്കെ കഴിക്കുമ്പോ ഉള്ള അതിന്റെ ഒരു ചെറിയ ചവയുണ്ട്. എന്ന് വെച്ചാലും ഇൻഡക്ഷനിലാണ് വെച്ചത്. പിന്നെ ഒരു കാര്യമുണ്ടേ, എനിക്ക് ചെമ്മീൻ ഇഷ്ടമല്ല ഗൈസ്. പക്ഷെ ഇത് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? മസാല വെച്ചോണ്ട് വലിയ കുഴപ്പമില്ല. അതെന്താന്ന് പറയാ സംഭവം വെച്ചാ, ഞാൻ ഇവിടെ വന്നപ്പിനാണ് ചെമ്മീന്, ഞണ്ട്, കണവ. ഞണ്ട് കഴിച്ചിട്ടുണ്ട്, കണവയും ചെമ്മീനൊക്കെ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുള്ളത്. നമ്മുടെ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്താൽ അറിയാൻ പറ്റും. പക്ഷെ പിന്നെ ആയപ്പോ ഉണ്ടല്ലോ, എനിക്ക് അങ്ങോട്ട് ടേസ്റ്റ് പിടിക്കുന്നേ ഇല്ല. ഏത് രീതി ഫ്രൈ ചെയ്താലും ഇഷ്ടമില്ല, ഒന്നും ഇഷ്ടമില്ല. പക്ഷെ ഇതിങ്ങനെ റൈസ് ആയിട്ട് ഇങ്ങനെ, ബിരിയാണി ആയാലും എനിക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കണം മസാലയായിട്ട്. ഇത് റേഷനരിയിൽ വെച്ചാണ് അതെന്റെ ഫേവറേറ്റ്. ബിരിയാണി റൈസ് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ റേഷനരി കഴുകി ഇതെല്ലാം വേവിച്ചിട്ട് ഞാൻ വറ്റിച്ചെടുക്കുക. നമുക്ക് രണ്ട് രീതിയിലും വെക്കാമല്ലോ. ബിരിയാണി റൈസ് ആദ്യം വേവിച്ചിട്ട് അതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് വെക്കുക. അതല്ലെങ്കിൽ നമുക്ക് വറ്റിച്ച് വെക്കാമല്ലോ ബിരിയാണി. അപ്പം കുക്കറിൽ ചിക്കൻ വെച്ചേക്കുക. 2 വിസിലായതുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വറ്റിച്ചെടുത്തപ്പോഴും വെച്ചാല് അങ്ങനെ റേഷനരി ഞാനിട്ടത്. റേഷനരി ആയിരിക്കുമല്ലോ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അതല്ല, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതല്ലേ പറ്റത്തുള്ളൂ.
ഇതാകുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ എല്ലാം സെറ്റായി എടുക്കാം നമുക്ക്. അപ്പം പെട്ടെന്ന് ഒരു കാപ്പിക്ക്, രാവിലെ കാപ്പിക്കൊന്നുമില്ലായിരുന്നു, അപ്പൊ പെട്ടെന്ന് ഒരു കാപ്പിക്കായിട്ട് ചെറിയ തട്ടിക്കൂട്ട് ബിരിയാണി വെക്കാന്ന് വെച്ചാൽ അങ്ങനെ എടുത്തേ. അപ്പൊ ഞാൻ എല്ലാം ഇട്ട് വെച്ച് വന്ന് ബക്കറ്റ് തുറന്നു നോക്കിയാൽ ബക്കറ്റിനകത്ത് ബിരിയാണി റൈസ് ഇരിക്കുന്നു. ഇനി പിന്നെ എപ്പോഴെങ്കിലും ബിരിയാണി റൈസ് വെച്ചുണ്ടാക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും റേഷനറി ഇഷ്ടം. പപ്പായ്ക്ക് അമ്മയ്ക്കും ഒത്തിരി കറികളൊന്നും വേണമെന്നില്ല. അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ ആണെങ്കിൽ ചമ്മന്തി ആയാലും മതി. റേഷനറി ചൂടോടെ ഉണ്ടെങ്കിൽ. പപ്പായ്ക്ക് അമ്മയ്ക്കെല്ലാം ഇഷ്ടം വെച്ചാല് വെള്ളരി. ഞാൻ ഇവിടെ പിന്നെ വെള്ളരി കഴിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പക്ഷെ അതാകുമ്പോ ഇച്ചിരി രസം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇച്ചിരി എന്താ പറയാ തോരനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പോ ഇന്ന് നമ്മുടെ ചെറിയ ബിരിയാണി വിശേഷമാണ് നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവെച്ചത്. പോകെ പോകെ നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇനി ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതായിപ്പോയി. ഇനിയെല്ലാം ഒന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തെടുക്കണം. കാരണം ഡോറയ്ക്ക് വയ്യാതായപ്പോഴത്തെ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഞങ്ങളുടെ തുണിക്കച്ചവടം ആണെങ്കിലും സോപ്പ് കച്ചവടം ആണെങ്കിലും ഇരിക്കച്ചവടം എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എപ്പോഴും നമ്മളിങ്ങനെ ഓടി നടക്കില്ല, ഡോറയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ആയപ്പോഴത്തേക്ക് മൊത്തം കയ്യിൽ നിന്ന് പോയി. ഇനി എല്ലാം നമുക്ക് ഒന്നേനെ ശരിയാക്കി എടുക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവണം. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നത്തോടെ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നമ്മളിവിടെ നിർത്തിയാണ്. അപ്പൊ മറ്റൊരു വീഡിയോ വിശേഷമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.